പ്രേക്ഷകരെ ദാ ഇന്നും നമ്മൾ എത്തിയിരിക്കുകയാണ് നിങ്ങൾക്കൊരു സംഗീത വിരുന്നൊരുക്കാനായിട്ട്. അപ്പൊ ടോപ്പ് സിംഗറിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും 3 ജഡ്ജസ് റെഡി ആയിട്ടിരിക്കുകയാണ്, നമ്മുടെ പ്രേക്ഷകർ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ കണ്ടസ്റ്റന്റ് വിളിക്കാം. ഓക്കെ, നമ്മുടെ ധ്യാൻ കുട്ടനാണ് എത്തുന്നത്. സോ വെൽക്കം ധ്യാൻ വിശ്വാസ് ഓൺ സ്റ്റേജ്. മക്കളെ, നിന്നെ എനിക്ക് വിശ്വാസമാണ് കേട്ടോ. കാരണം നീ പാടുമ്പോ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്, ഒരു MG ഉണ്ട്, ചിലപ്പം ഒരു മാക്സിമം ഗ്യാരണ്ടി ഉണ്ട്, അവിടെ ഉണ്ട് ഒരു MG. ഏത് പാട്ടാ പാടുന്നു? വെണ്ണില കൊമ്പിലെ രാപ്പാടി. അതും ഒരു MG. വിദ്യാസാഗർ. മ്യൂസിക് വിദ്യാസാഗർ സാറ്, എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി സാറ്. സിനിമ ഉസ്താദ്, വർഷം 1999. പാടിയത് KJ യേശുദാസ് സാറ്. പിന്നെ പടത്തിന്റെ പ്രൊഡ്യൂസർ ഷാജി കൈലാസ് സാറും രഞ്ജിത്ത് സാറും. നല്ല കാര്യമാണ്. ഗോഡ് ബ്ലെസ് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്നും ഈ ഏട്ടന്റെ ചിങ്കാരി.
വെണ്ണിലാ കൊമ്പിലേരാ പാടി എന്നും ഈ ഏട്ടന്റെ ചിങ്കാരി മഞ്ഞുനീർ തുള്ളി പോൽ നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ ആഹാ, സബാഷ്, സബാഷ്. അപ്പൊ വിശ്വാസേ എന്താ നമുക്ക് വിശ്വാസമായി നീ നന്നായിട്ട് പാടുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നീ അത് കാത്തു രക്ഷിച്ചു. നന്നായിട്ട് പാടി മോനെ, താങ്ക് യു സർ. നല്ല രസമായിട്ട് പാടി. അങ്കിളിന് എപ്പോഴും പാട്ട് നന്നായിട്ട് പാടി മോനെ അങ്ങോട്ട് ഗംഭീരമായിട്ട് സൂചിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു മാർക്ക് തന്ന് വിടുകയല്ല വേണ്ടത്. അതിനകത്ത് മോൻ നന്നാകാൻ വേണ്ടി എന്തെങ്കിലും അംശങ്ങളുണ്ടോ അങ്കിളിന് പറഞ്ഞു തരാൻ എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഇത് ഡിബറ്റ് എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു മെയിൽ സിംഗർ പാടിയതിന് ശേഷം അതിൻ്റെ സസ്റ്റെയിൻ തീരുന്നതിന് മുമ്പ് അണ്ടർലൈൻ ആയിട്ടാണ് ഫീമെയിൽ തുടങ്ങുന്നത്. അപ്പം മോന് ഇത് നിർത്തുന്നതും തുടങ്ങുന്നതും ഒരുമിച്ചിരിക്കും. ഇതിന് അറ്റത്ത് നിർത്തുന്ന സംഗതികളുണ്ടല്ലോ, ആ സംഗതി ഒന്ന് ക്ലാരിറ്റി വേണം, അത്രേ ഉള്ളൂ. ഒന്ന് പാടിക്കും, ഞാനപ്പോൾ പറഞ്ഞുതരാം. പാടിക്കും. 3 വെണ്ണിലാ കൊമ്പിലേരാ പാടി എന്നും ഈ ഏട്ടന്റെ ചിങ്കാരി നെക്സ്റ്റ് ലൈൻ. വെണ്ണിലാ കൊമ്പിലേരാ പാടി എന്നും ഈ ഏട്ടന്റെ ചിങ്കാരി മഞ്ഞുനീർ തുള്ളി പോൽ നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ നീരോ നീതപ ഓ നീല ഉടനെ വരും. മനസ്സിലായോ? മിക്കവാറും വിദ്യാസാഗർ സാറിൻ്റെ പാട്ടെല്ലാം പഞ്ച് ചെയ്തെടുക്കുന്ന സോങ്സാണ്. അപ്പം ഈ കുട്ടികൾ വന്ന് പാടുമ്പോഴത്തേക്ക് കുറച്ച് പ്രയാസമായിരിക്കും. അപ്പം നമ്മൾ അതനുസരിച്ച് ആ പിന്നെ എൻഡിങ് പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. ഇനി പഠിക്കുമ്പം ഇപ്പം മോൻ പാടിയത് നല്ലതാണ്, നന്നായിരുന്നു, താങ്ക് യു. എങ്കിലും എൻ്റെ ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതുപോലെ നിൻചിരിയും നിൻമൊഴിയും സെക്കൻഡ് ടൈം. നിൻചിരിയും നിൻമൊഴിയും പുലരി നിലാവായി പൂത്തതല്ലേ ഏ അവിടെ ചെറിയൊരു കുടുക്ക് സംഗതിയുണ്ട്, പോട്ടെ. അത് കഴിഞ്ഞ് വീണ്ടും വരും അത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ വിരഹം അരികിലില്ലേ, അവിടെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളേ ഉള്ളൂ. ബട്ട് യു സാങ് വെരി വെൽ, നന്നായിട്ട് പാടി. പക്ഷെ ഇതും കൂടെ ഓരോ പാട്ടുകൾ നമ്മൾ അടുത്ത് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എൻഡിങ്, സസ്റ്റെയിന്, ഇതൊക്കെ നോക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മോനെ. മോൻ ഭാവിയിൽ ഡെഫിനറ്റ്ലി ഒരു പ്ലേ ബാക്ക് സിംഗർ ആവും. ആ സമയത്ത് അങ്കിൾ പറഞ്ഞു തരുന്ന പ്രയോജനപ്പെടും. മനസ്സിലായി? ആ ഒരു സംഗതി എൻഡിങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ മ്യൂസിക് ഡയറക്ടർ ആഹാ കൊള്ളാമല്ലോ എന്ന് പറയും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോനെ ധ്യാൻ കുട്ടാ, എന്തോ നല്ല സോങ് സെലക്ഷൻ, മോൻ നന്നായി പാടി താങ്ക് യു. കേട്ടാ. വിദ്യാസാഗർ സാറിന്റെ പൊതുവെ പാട്ടുകളെല്ലാം ഒരു 90% പാട്ടുകളും ശ്വാസം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ചലഞ്ചിങ് ആണ്. അദ്ദേഹം ആ ഒരു എന്താ പറയണ, ആ ഒരു ലൈൻ ചിലപ്പോൾ തീരുന്നതിന് മുമ്പേ ആ ഒരു അടുത്ത ലൈൻ തുടങ്ങാനായിട്ട് സിംഗേഴ്സ് കഷ്ടപ്പെട്ടു പോകും. അദ്ദേഹത്തിന്റെ ചില പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. അപ്പം സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോഴും നമ്മൾ ഇങ്ങനെ അവസാനം ഒരൊറ്റ ഇരിപ്പുണ്ട് ശ്വാസം കിട്ടാതെ. പക്ഷെ ഒരു രീതിയിൽ അത് അതിന്റെ ഒരു ബ്യൂട്ടിയാണ് അല്ലേ? ബ്യൂട്ടിയാണ്, പക്ഷെ പ്രയാസപ്പെടും, സിംഗേഴ്സ് കഷ്ടപ്പെടും സ്റ്റേജിൽ. നമ്മൾ കേട്ട ആരാരും കാണാതെ പിന്നെയും പിന്നെയും പിന്നെ ഒരു രക്ഷയില്ല. പിന്നെയും പിന്നെയും പറയല്ലേ, പിന്നെ ഇറങ്ങിയ സമയത്തുണ്ടല്ലോ, ഇതുപോലെ എല്ലാരും കൂടെ പറഞ്ഞു. ഞാൻ മാവേലിക്കര, ഇപ്പോഴും ഓർമ്മയുണ്ട്, മാവേലിക്കര ഗാനമേളയ്ക്ക് പോയപ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞു പിന്നെയും പാടണം. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെയും പാടണം എന്നാണ്. ഞാൻ ഈ പാട്ട് നോക്കിയപ്പം ഒരു കുഴപ്പമില്ല, കേൾക്കാൻ നല്ല രസമുണ്ട്. പിന്നെയും പടി കടന്നെത്തുന്ന പദതിസ്വനം, പിന്നെയും ആരോ നിലാവത്ത് പടിയാണ് നിരന്തരം, പിന്നെയും ആരോ. സ്റ്റേജിൽ കയറിയിട്ട് ഒരു 35 കട്ടെങ്കിലും കാണും. പിന്നെയും ആരോ പടി കടന്ന് ഒരു കൂവല്,
ഈ പാട്ട് കഴിഞ്ഞപ്പോ ഇപ്പോഴും എന്റെ വലത്തെ ചെവി ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ് മണിനാഥം പോലെ. പിന്നെയും പിന്നെയും മുഴങ്ങുന്നു അല്ലേ? അല്ല ഞാന് ഞാൻ ഓർത്തത് എനിക്ക് മാത്രമുള്ള പ്രശ്നം ഈ പിന്നെയും പിന്നെയും നല്ലല്ലോ. അല്ല വിദ്യാസാഗർ സാറിന്റെ പൊതുവെയുള്ള പാട്ടുകളെല്ലാം ശ്വാസത്തിന്റെ ഞാന് ഈ ലെങ്സിന് കുഴപ്പമില്ലല്ലേ? ഇല്ല രാര പാടാൻ ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ഹമ്മിങ് തൊട്ട് അവിടുന്ന് തുടങ്ങി നീ പൊന്തുനെ കോറി അവിടുന്ന് അഭിസാരി കൈ നീനു വേച്ചാനു സുമനോഹര അവിടുന്ന് തുടങ്ങി അങ്ങ് ലോസ്റ്റ് അവിടെ വരെ ഒരൊറ്റ ഇതാണ് അദ്ദേഹത്തിന് ഇത്. അത് സ്റ്റേജില് അവസാനം ഇപ്പൊ എനിക്ക് വരെ ശിവാംഗി ഇപ്പൊ പാടണേ. ശിവാംഗി എവിടെ പോലെ മക്കളെ മൂച്ചയില്ലാത്ത പാട്ടും കൂടി തന്നെ ഞാൻ കൊണ്ടുവന്നിരിക്ക് മക്കളെ എന്താ സാറ് മൂച്ചയില്ലാമേ പണ്ണതാക്കും സാറ് ചിരിക്കും അപ്പൊ സ്റ്റേജില്. അതുതാ ഞാൻ പാട പോറേന്നല്ല അവൾ ആദ്യമേ ഒരു ജാമ്യൊക്കെ മേടിച്ചിട്ടാണ്. ഭയങ്കര ഒരു ടെൻഷൻ അത് പാടാൻ. അതിന് ഒട്ടും ശ്വാസവും ഇല്ല. ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ് എനിക്ക് ഇച്ചിരി ശ്വാസം ഉണ്ടായിരുന്നു. ഈ ശ്വാസലോ ശ്വാസവൈർ ആരാന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ശ്വാസമേ കിട്ടിയില്ല. അപ്പൊ അന്ന് സാറ് അത് 10-20 വർഷമായില്ല പാടിയ പിന്നെ പ്രാണായാമം പണിട്ട് വാങ്ങോ നെക്സ്റ്റ് ഡേ എന്ന് സാറിന് ഇതൊരു ഹരമാന്ന് തോന്നല്ലേ ഇങ്ങനെ ഈ ശ്വാസം കിട്ടാണ്ട് സന്തോഷം നമ്മളെല്ലാം ഗായകരെ കാണാൻ ഒരു സത്യം. അത് അദ്ദേഹം ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന അത് വായിച്ചാണല്ലോ വന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാറൊന്ന് പാടി സിംഗർ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ സിംഗേഴ്സ് ഒരു പക്ഷേ ശ്വാസമൊക്കെ വിട്ടൊന്ന് എടുത്തേനേന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോ വെണ്ണില പേരുള്ള വെണ്ണില ചന്ദന കിണ്ണം എല്ലാം ഹിറ്റാ. അപ്പൊ ശരി ഈ കാര്യം പറയാം മക്കളെ. അപ്പം മോൻ നന്നായിട്ട് പാടി. എനിക്ക് മോന്റെ അനുപൽവിലെയും ചരണത്തിലെയും ആദ്യത്തെ പോർഷൻസ് സംഗതികളോട് കൂടിയുള്ള പോർഷൻസ് എല്ലാം നല്ല മനോഹരമായിരുന്നു. ഞാൻ ഇവിടുന്ന് ആഹാ ആഹാ എന്ന് പറയുകയും ചെയ്തു. താങ്ക് യു. അത് കഴിഞ്ഞ് പിന്നെ MG സാർ പറഞ്ഞതെല്ലാം മോൻ ശ്രദ്ധിച്ചോളൂ. അപ്പൊ മോന് നല്ല ഭാവമായിട്ട് പാടാനും അറിയാം, നല്ല ഫീലും ഉണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ മോനെ, ഗോഡ് ബ്ലെസ് യു. എനിക്ക് ധ്യാനിന്റെ ഇത്രയും നാളും പാടിയ പാട്ടിൽ ഏറ്റവും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. പക്ഷെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടാ മോൻ എനിക്ക് തോന്നി. ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടി എനിക്ക് ഇതിനു മുമ്പ് ഒത്തിരി പാടിയിട്ടുള്ള പോലെയൊക്കെ എനിക്കൊരു തോന്നല്. ഇല്ല ആദ്യമായിട്ടാണ്. അയ്യോ എന്നാ നിന്നെ സമ്മതിക്കണോടാ. ഭയങ്കര സംഭവം തന്നെ. കേട്ടിട്ടുണ്ടെന്നല്ലാതെ. ഒത്തിരി കേട്ടിട്ടും പിന്നെ ഈ പാട്ട് ഭയങ്കര ഇഷ്ടവും. ഇത് ഇങ്ങനെ എടുത്താ പൊങ്ങാത്ത ഒരു പാട്ടായിട്ടൊന്നും നീ പാടുമ്പോ ഫീൽ ചെയ്തില്ല. ഒരു ഈസി ആയിട്ട് പാടുന്ന പോലെയൊക്കെ തോന്നി. നല്ല രസമായിട്ട് നല്ല ഫീലോട് കൂടി പാടി കേട്ടോ. താങ്ക് യു. ധ്യാൻ നീ വിജയത്തിന്റെ ചവിട്ടുപടിയിലോട്ട് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ മോനെ, സോ വി ആർ ഗിവിംഗ് യു മോനൊരു 99 ഉണ്ട്. എന്നാലും ഇതിന്റെ അകത്ത് ചെറിയ സംഭവങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ഡിസ്കസ് ചെയ്തു. അപ്പം വരട്ടെ. സോ വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആടി ഒരു വെണ്ണിലപ്പൂക്കുറ്റി. താങ്ക് യു സർ. അപ്പൊ ഞാൻ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിൽ അടിച്ചു വിളിക്കാം. ഓക്കെ, മീനുട്ടി എന്തോ അടുത്ത നമ്മുടെ ഒരാൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ പേരുള്ള ഒരാൾ. അതെ എനിക്കറിയാം. ഇനിയെങ്കിലും ആ പേര് തെറ്റിച്ച് വിളിക്കല്ലേ. ഇല്ല എന്ന് ആ ഡേഞ്ചറിനോട് കുട്ടിയല്ല ഈ കുട്ടി. ആ ഇത് ഇവിടുത്തെ കണ്ടസ്റ്റന്റ് ആണ്. മറ്റേത് ഇവിടുത്തെ ഒരു നായികയാണ്. അതായത് സുരേഷ് അത് മനസ്സിൽ നിന്ന് മാറ്റി വെക്കൂ കേട്ടോ. ഇച്ചിരി നേരം ഇവിടെ ശ്രദ്ധിക്കൂ. ഇനി വരാൻ പോകുന്ന ആരാണ്? ആരാണ്? അനശ്വര രാജനല്ല, അനശ്വര മീനുട്ടി. ഓ ഭാഗ്യം. വീണ്ടും രാന്ന് വന്നു. ഇനി വരാൻ പോണ ആരാണ്? അനശ്വര. എന്താ മോനെ ഇത്? വെൽക്കം അനശ്വര കുട്ടി ഓൺ സ്റ്റേജ്. അത് മതി. മോളെ ഹായ്. ഇവിടെ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിച്ചോണ്ടിരിക്കട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. നോക്കോ. അല്ല എന്താണ് ശരിക്കുള്ള സത്യം പറയും. എന്താ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ഒരു നാക്കുപിഴ. എല്ലാ എപ്പിസോഡിലും ഓരോ നാക്കുപിഴ. അല്ല അത് നാക്ക് പിഴുത് കളയും. ഞാൻ പറയുന്നത് സത്യം പറയാനാ പറഞ്ഞു. എന്താ അല്ല അങ്ങനെ കൂടെ അഭിനയിക്കണം എന്ന് വല്ലതും ആഗ്രഹമുണ്ടോ? അല്ല, ഒരു അഭിനേത്രി എന്ന നിലയിൽ ഒരുപാട് ഇഷ്ടമാണ്. അല്ല കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം ചോദിക്കുന്ന അല്ല, ചോദ്യം. ഞങ്ങളൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കോമ്പിനേഷൻ സീൻസ് ഇല്ല. കോമ്പിനേഷൻ കിട്ടിയില്ല. സങ്കടമുണ്ട്. എങ്കിൽ പിന്നെ കഴിഞ്ഞ വർഷം ഇവിടെ വരണ്ടായിരുന്നു. ഇവിടെ വന്നിരുന്നു. ഉച്ച മുതൽ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. നീ പ്രാവശ്യം വരട്ടെ. കാത്തിരിക്കാം. അല്ല അന്ന് ക്യാമറയുടെ പിന്നെ ദൂരം നിന്നല്ലേ കണ്ടത്. ഇപ്പൊ അടുത്ത് കാണാലോ. രാകേഷ് ഒന്ന്
ഒന്ന് ഗസ്റ്റ് ആയിട്ടൊന്ന് വിളിക്കണം നമ്മൾ പ്രൊഡ്യൂസറിനെ അറിയിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, ഒരു പിഞ്ച് പൈതലിന്റെ രോദനമാണ്. പക്ഷെ ആ എപ്പിസോഡിൽ ഡെയിനെ മാറ്റി നമുക്ക് വേറൊരാളെ ഞാൻ അവിടെ ഇരുന്നോളാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, സ്പെഷ്യലൈസ് ചെയ്ത് ഈ ആന, പൂച്ച, കടുവ അതിനകത്ത് മാത്രം ചുമ്മാ പറഞ്ഞ മോനെ, നിനക്ക് ചിലപ്പോ അടുത്ത ഒരു 6 മാസത്തിന് നായികയായിട്ട് അനശ്വര രാജനെ അങ്ങനെ ഞാൻ വിചാരിച്ചു നായികയായിട്ടൊരു ചാൻസ് കിട്ടും. മോളെ എന്തോ ഹായ്. മോളെ ഡിഫറെന്റ് കോമ്പിനേഷൻ ആണല്ലോ അത്. അടിപൊളി ഡ്രസ് അടിപൊളിയായിരിക്കണോ? ഇങ്ങനെ കോമ്പിനേഷൻ നമ്മൾ കണ്ടിട്ടില്ല. അത് നല്ല കൊള്ളാം കേട്ടോ. ഉടുപ്പിടുമ്പോ തന്നെ പാടാൻ കുറച്ചുകൂടി ഒരു സന്തോഷം, ഒരു കോൺഫിഡൻസും കിട്ടി അല്ലേ? പാട്ടിലും ഗെറ്റപ്പിലൊക്കെ ഓക്കെ അല്ലേ? അതെ, എന്റെ അടുത്ത പട്ടുസാരിയിൽ ഈ ഒരു കോമ്പിനേഷൻ വെച്ചാലോ എന്ന് ആലോചിക്കും. കളർ കോമ്പിനേഷൻ പാവാടയോ? അല്ല, കളർ കോമ്പിനേഷൻ വെക്ക് ചേച്ചി അങ്ങ് ചേച്ചി ഇത് ഏതാ കളറ്? അത് പീച്ചും അത് മറ്റേ കോപ്പർ സൾഫേറ്റ് കളറും. അയ്യോ ഇത് ആ സോഡിയം ക്ലോറൈഡ് അല്ലേ? ഹൈഡ്രജൻ ബ്ലൂ കോപ്പർ പൊട്ടാസ്യം സയനൈഡ്. ഒരു ആഗ്രഹത്തിന് പുറത്ത് വയ്ക്കാണ് ചേച്ചി. മൊത്തം എത്ര പട്ടുസാരി ഉണ്ടോ? അങ്ങനെ നമുക്ക് എണ്ണി, കാരണം എന്തെന്ന് വെച്ചാൽ മിനിമം 3000. ഇല്ലില്ല ഒന്നുമില്ല കേട്ടോ. പട്ടുസാരിയൊക്കെ അത്ര മേടിച്ച എന്റെ ദൈവമേ മതി. എന്തൊരു പട്ടുസാരി അല്ല. പട്ടുസാരിയൊക്കെ എന്തൊരു വിലയാ. കൊറേ ഉണ്ട്, പക്ഷെ എനിക്ക് ചേച്ചിമാരുണ്ട്. ചേച്ചിമാരുടെ കുഞ്ഞുങ്ങൾ കല്യാണം കഴിച്ച അവരെ വിളിച്ചു പിള്ളേരൊക്കെ കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒറ്റ പോലും കൊടുത്തു കാണത്തില്ല. അല്ല, എല്ലാവർക്കും ഇങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വീടിന്റെ പാല് കാച്ചോടനെ വരികയാണ്. നിങ്ങൾ ഇനി കാണാൻ പോണ പൂരം ഞാൻ പറയണോ? മോളെ ഏത് പാട്ടാ പാടുന്നേ? വാർമുകിലെ വാനിൽ നീ. ആഹാ, സൂപ്പർ സോങ്. മഴ എന്നുള്ള ചിത്രം അല്ലേ? അതെ, കറക്റ്റ്. അപ്പം അതിനകത്ത് ഡീറ്റെയിൽ ലിറിക്സ് യൂസഫ് അലി കയച്ചേരി സാറ്, പിന്നെ മ്യൂസിക് രവീന്ദ്രൻ മാഷ്, പിന്നെ സിനിമ മഴ പറഞ്ഞു, പിന്നെ പാടിയത് ചിത്രാമ്മ. മതി. അപ്പൊ ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് പാടുക. ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
അനുശ്വരകുട്ടി എന്തോ പാട്ട് പാടി ജഡ്ജസിനെ ഒക്കെ എഴുന്നേൽപ്പിച്ച് എണീപ്പിച്ച് കൈയടിപ്പിക്കോ കലക്കി. താങ്ക് യു പാട്ട് പാടുമ്പോഴേ ഒരാള് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ആരായിരിക്കും? അമ്മ. ആ എന്തിനായിരിക്കും? പാട്ട് അത്ര നന്നായി പാടിയത് കൊണ്ടായിരിക്കോ? അതന്നെ. ആവോ നന്നായി പാടിയോ? അമ്മ നന്നായിട്ട് പാടിയോ? ആ നന്നായിട്ട് പാടി. എന്തിനമ്മ കരഞ്ഞേ? സന്തോഷം കൊണ്ട്. മോളെ എന്തോ എന്തായാലും അമ്മ നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഒപ്പോസ് ചെയ്യുന്നില്ല. ആ. അതിമനോഹരമായിട്ട് തന്നെ മോള് പാടി. താങ്ക് യു സാർ. മോൾ ഇത്രയും സംഗതികളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പാടുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ സത്യം. പിന്നെ ഇരുന്ന് ഇവിടുന്ന് സത്യം. പറയുമായിരുന്നു. കാരണം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് പെട്ടെന്ന് പുറയുന്ന ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ. കാരണം മോള് പാടും, കുഴപ്പമില്ല, എവിടെങ്കിലുമൊക്കെ പോകും എന്നുള്ള ധാരണയിലായിരുന്നു ഇരുന്നത്. പക്ഷെ ഒരു സ്ഥലത്തും പോയില്ല. ഒരു സ്ഥലത്ത് മാത്രം എനിക്ക് ഇങ്ങനെ വന്നിരുന്നേ കൊള്ളായിരുന്നു എന്നെനിക്ക് തോന്നി. അതായത് അന്നു നീ എൻ മുന്നിൽ ആ ഒരു പോർഷനല്ലോ, അവിടെ ഒരു ഗ്ലൈഡ് ഉണ്ട്. ആ ഗ്ലൈഡ് കിട്ടിയാൽ കൊള്ളായിരുന്നു. അന്നു നീ ആ. മുന്നിൽ ആ വന്നു 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 ആ പൂവണിഞ്ഞു ജീവിത. കറക്റ്റ്. അത് തന്നെ. മനസ്സിലായോ? മനസ്സിലായി. ആ അതങ്ങനെ വരുമ്പോ എന്തോ പറ്റെന്ന് പറഞ്ഞാൽ അത് രവീന്ദ്ര മാഷിന്റെ ഒരു ഒരു സംഭവമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പാടി കേൾപ്പിക്കും. പക്ഷെ ഇത് ഗ്രാസ്പ് ചെയ്ത് എടുക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് വേണ്ട കാര്യം പാടുന്ന ആ പാട്ടുകാരെ മാത്രമേ അദ്ദേഹം വിളിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് ദാസേട്ടനെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്? കാരണം അദ്ദേഹം പാടിക്കഴിഞ്ഞാൽ അങ്ങേർക്കും അങ്ങനെ പാടാന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ അങ്ങ് പാടത്തില്ലേ രവിചേട്ടൻ. അപ്പം ദാസേട്ടൻ്റെ ശബ്ദവും ദാസേട്ടൻ്റെ ആ ഒരു സ്റ്റൈല്, രവിചേട്ടൻ്റെ എന്താണ് വേണ്ടതെന്ന് ദാസേട്ടന് അറിയാം. അതുപോലെ രവിചേട്ടൻ എന്താണ് വേണ്ടതെന്നുള്ള ചിത്രയ്ക്ക് അറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ബിറ്റ്വീൻ ദ മ്യൂസിക് ഡയറക്ടർ ആൻഡ് ദ സിംഗർ. അപ്പോൾ അവിടാണ് ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ വിജയം. മോള് നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ ഈ നന്ദനമായി ഒന്ന് കട്ടായിപ്പോയി, കുഴപ്പമില്ല. തേൻകിനാക്കൾ നന്ദനമായി ഒരു കട്ടായി, അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. അതൊക്കെ ഞങ്ങൾ അങ്ങ് മായ്ച്ച് കളയാണ്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം വേറൊന്നുമല്ല, ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഈ വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ്, ഈ സീസൺ 5 ഞാനിപ്പോൾ 1 മാസമായിട്ട് ഇല്ലായിരുന്നു. അപ്പോൾ ആ കുറേ പാട്ടുകൾ കേൾക്കാൻ സാധിച്ചില്ല. പിന്നെ ഇവിടെ വന്ന് കേൾക്കുമ്പം നിങ്ങളൊക്കെ ഞെട്ടിക്കുകയാണ്. അപ്പോൾ 1 മാസം കൊണ്ട് എന്നെ ഞെട്ടിക്കുമെങ്കിൽ വീണ്ടും ഒരു 6 മാസം കഴിയുമ്പോൾ എന്തായിരിക്കും? ഞാൻ ഇവിടെ നിന്ന് കുടഞ്ഞു പോകും, ഞാൻ വിറച്ചു പോകും. നന്നായിരുന്നു മോളെ. ഈ ഒരു ചെറിയ സംഭവം വന്നു, അത് ഞാൻ മറക്കുന്നു. ഇനി ഇവർ രണ്ടുപേരും മറക്കോ? ഞങ്ങൾ എപ്പോഴേ മറന്നു കഴിഞ്ഞു. റിമി പറഞ്ഞതുപോലെ നമുക്ക് ഇനി നിന്നോണ്ട് മാർക്കിടാന്ന്. നമ്മൾ കുറെ പേർക്കായി എഴുന്നേറ്റ് വെക്കണം. കാരണം ഈ പാട്ടെന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. രവീന്ദ്ര മാഷും ചിത്ര ചേച്ചിയും കൂടെ അങ്ങ് യോജിച്ച് എന്തൊരു പ്രസന്റേഷൻ ആ പാട്ടിന്. ഓരോ ലൈനിനും സംഗതി വ്യത്യാസമാണ്. ഓരോ വാർമുകിലെ എടുക്കുന്നതും സംഗതി ഡിഫറെൻ്റ് ആണ്. അതെല്ലാം നമ്മളിത് ഓർത്തു വെച്ച് പാടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഈ കുട്ടി അത് ഫുള്ള് കറക്റ്റായിട്ട് പാടിയെന്ന് പറയുമ്പം ചേട്ടൻ പറഞ്ഞ ആ ഒരു ചെറിയ പിശക് അതെല്ലാം ഞങ്ങൾ കാറ്റിൽ പറത്തിക്കളഞ്ഞു. അല്ല, ഞാൻ മിസ്റ്റേക്ക് അല്ലേ പറഞ്ഞേ, അതങ്ങനെ വേണം. അതെ, അത് പഠിപ്പിച്ചു തരുമായിരുന്നു. അതെ. മോള് ഞാൻ ആദ്യത്തെ പല്ലവി എഴുതിയപ്പോഴേ ആഹാ എന്നെഴുതി. പിന്നെ അങ്ങോട്ട് പിന്നെ ആഹാ എഴുതാൻ നിന്ന എന്റെ കയ്യും ഇവിടെ ആഹ ആഹാ ആഹാ എന്ന് വന്നോണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ നിർത്തി. ഇതിന്റെ ഒരു ആഹയുടെ ഒരു ഘോഷയാത്ര എന്തിനാ വെറുതെ നമുക്ക്? ഇത് ബ്രീത്തിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ മോള് വളരെ പ്ലാൻ ചെയ്ത്, അതെ, ആ ജീവിതത്തിന്റെ അവിടെ അതാണ് അവൾ ആ പ്ലാൻ ചെയ്താണ് ബ്രീത്ത് എടുത്ത്. ഇത് പാടാൻ വലിയ പാടാ. ആ വാർമുകില് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 6 സംഗതികൾ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ വാർമുകിലെ ഡിഫറെന്റ് വാർമുകിലെ ഇനി എത്ര എണ്ണം ഉണ്ട്? അങ്ങനെ ഒരു 5-6 ഉണ്ട്. അതെ, ഇത് ഇതേപോലെ തന്നെ അനുപല്ലവിയിലും ചരണത്തിലും ഉണ്ടേ സംഗതികൾ. പിന്നെ ഓരോ ലൈനും അതെ, എന്ത് രസമായിട്ട് കൊച്ചത് പ്രസന്റ് ചെയ്ത്. മോളെ ചക്കരെ, മോളെ ഈ പാട്ട് കേട്ടിട്ട് ശരിക്കും പറഞ്ഞ ബിന്യാനിക്ക് ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്നു. ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഒരു രോമം വന്നിട്ട് ഇവിടെ ഒറ്റ കുത്ത് രോമാഞ്ചിത കുഞ്ചുകിത പുളകിത ഗാത്രിയായി എന്ന് പറഞ്ഞു. എന്റെ അമ്മോ. അപ്പൊ ഗോഡ് ബ്ലെസ് യു. അപ്പൊ മോളെ, എന്തോ ടുഡേ വി ആർ ഗിവിംഗ് യു 99 out of 100. താങ്ക് യു സാർ. സോ ആടി ഒരു രവിച്ചേട്ടൻ പൂക്കുറ്റി.
അനുശ്രീ ഹാപ്പി ആയാലോ? Happy. അപ്പൊ ഇതേപോലെ തന്നെ അടുത്ത റൗണ്ടിൽ നമുക്ക് നല്ല മാർക്ക് മേടിക്കാം. നല്ല മാർക്ക് ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഓൾ ദ ബെസ്റ്റ്. ഇനി നമുക്കുള്ളത് ക്യാരക്ടർ റൗണ്ട് ആണ്. അതെ, അതില് ഒരു പഞ്ചാബി പെൺകൊടിയായിട്ട് ഒരു പാലക്കാട്ടുകാരി കുട്ടി എത്താൻ പോവാണ്. നമ്മള് പഞ്ചാബിലോട്ട് പോവാണ്. അതെ, പോവാണ്. യാത്ര ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ റെഡി. എന്തായാലും നമുക്ക് വിളിക്കാം അല്ലേ? ആ. വെൽക്കം ഗൗതമി കുട്ടി ഓൺ സ്റ്റേജ്. അടിപൊളിയാണല്ലോ. പഞ്ചാബിയാണ് നമുക്ക് തന്നെ നാണാവാ. മറ്റേ താഴത്തെ എന്റെ പേരെന്നെ റമി ഗൗതം പട്ടിയാല മീനുട്ടി. പാട്ടിയാല അല്ലേ? ഇത് ചേച്ചി എപ്പോ കണ്ടാലും അപ്പൊ പട്ടിയാല അപ്പൊ പറയും. ഏത് പാട്ടാ പാടുന്നേ? ബല്ല 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 ഹേ. ഓ ബെല്ല 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 ഡാൻസേഴ്സ് ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. അപ്പൊ ഏത് സിനിമ എല്ലാം പറഞ്ഞോളൂ. പഞ്ചാബി ഹൗസ്. പഞ്ചാബി ഹൗസ് 1998. യെസ്. മ്യൂസിക് സുരേഷ് പീറ്റർ സാർ. ഓക്കെ. ലിറിക്സ് രമേശൻ നായർ സാർ. പാടിയത് സ്വർണലത മാം, മനോ സർ. ഓൾ ദ ബെസ്റ്റ് മോളെ. ഓൾ ദ All the best. അടിച്ചു പൊളിക്ക്. बल्ला 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 है 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 अल्लिपूविन कल्याणम മുല്ലക്കാറ്റിൻ കല്യാണം ഓരോ നാളും നാളും കാത്തിരുന്നു
അടിപൊളി അടിപൊളി. ഗൗതു ഓ നന്നായിരുന്നു മോളെ, താങ്ക് യു അടിപൊളിയായിരുന്നു കേട്ടോ, താങ്ക് യു. നല്ല രസമുണ്ട്. പിന്നെ ഇതിനകത്ത് വലിയ സംഭവങ്ങളൊന്നും ഇല്ല. നമ്മുടെ ആ എന്താണ് പഞ്ച്, നമ്മൾ കൊടുക്കുന്ന ആ പഞ്ചാണ് ഈ പാട്ടിന്റെ പഞ്ച്. നമുക്ക് ആൾക്കാർക്ക് കേൾക്കുന്ന ഒരു സുഖം എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിച്ച് പാടുക. അത് മോള് കൃത്യമായിട്ട് പാടിയിട്ടുണ്ട്, നന്നായിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഗുഡൻസ് വരുന്ന ലാസ്റ്റിലുള്ള ആകാരമാണ്. ആകാരത്തിലാണ് കൂടുതൽ സംഗതികളുള്ളത്. അത് മോക്ക് കൈവിട്ട് പോയോ എന്നൊരു ചെറിയ പോയോ, കുറച്ച് അവിടെ ഇവിടെ ഒക്കെ പോയി. ആ സംഗതികൾ ഒരു 4-5 ഉണ്ടല്ലോ, അത് അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല. ബാക്കിയെല്ലാം അതുവരെ വെച്ച് നല്ല കലക്കി പൊളിച്ചു പോവായിരുന്നു. ആ ഒരു അവിടെ മാത്രം ഒന്ന് മോളൊന്ന് ശ്രദ്ധിച്ചിരുന്നേ കൊള്ളായിരുന്നു. ആ സംഗതി എങ്ങനെയായിരുന്നു അത്? ആ അവിടെ ഒരു സംഗതി ഉണ്ട്. രണ്ടാമത്തെ ആ മൂന്നാമത്തെ അതൊക്കെ പെർഫെക്റ്റ് ആവണം മോളെ. ഈ പാട്ടിൽ ആകെയുള്ള സംഗതി എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ, ഒരു ടഫസ്റ്റ് പോർഷൻ. അപ്പൊ നമ്മൾ അടിപൊളി പാട്ടാണെങ്കിലും സംഗതിയും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മോളെ ഇതുപോലെ പാട്ട് ഭയങ്കരമായിട്ട് ഇതിനെ ജഡ്ജ് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ മോള് ഉള്ളത് വൃത്തിയായിട്ട് പാടി. ചേട്ടൻ പറഞ്ഞത് തന്നെ എനിക്ക് ലാസ്റ്റത്തെ ആ ആകാരത്തിൽ കൊണ്ടൊന്ന് കുറച്ചൊരു കൺഫ്യൂഷൻ ആക്കി. തേങ്ങ ഉടച്ചു. അതെ, അതൊന്ന് നോക്കി വെക്കായിരുന്നു തോന്നി. ബാക്കി നല്ലൊരു ചിത്രീകരണം, ഒരു ചെറിയ പഞ്ചാബി ഹൗസ് ഇവിടെ എല്ലാരും കൂടെ ക്രിയേറ്റ് ചെയ്തു. അതെ, ഏതാണേലും സൂപ്പർ ആയിരുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഗൗതുകുട്ടി അല്ലേ? അതല്ലേ ഇഷ്ടം? ഗൗതു എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം? അത് ഗൗതമി എന്ന് വിളിക്കുന്ന ഇഷ്ടം? ഗൗതു മതി. നല്ല രസമായിട്ട് പാടി. കുറച്ചുകൂടെ ഒരു പൊട്ടിക്കൂടെ നമുക്കൊന്ന് എനർജി കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. എക്സാക്ട്ലി. ഓരോ നാളും കാത്തിരുന്നു നാടൻ പാട്ടും തേത്ത് നിന്ന് നാടൻ പെൺ അങ്ങനെ വരുമ്പോഴത്തെ, കാരണം സ്വർണ്ണലത മാമിന്റെ ശബ്ദം ഇപ്പോഴും ഇങ്ങനെ ചെവി നിൽക്കുക. ഒരു പ്രത്യേക ശബ്ദമാണ്. നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. എന്തോരം പാട്ട് പാടേണ്ട ഒരാളായിരുന്നു. അതുപോലെ മനോജ് സാറും രണ്ടുപേരും കൂടെ ചേർന്ന് തകർത്ത് പൊളിച്ച പാട്ടാണ്. എന്നാലും മോളെ കുഞ്ഞു ശരീരത്തിൽ നിന്ന് പാടാൻ പറ്റുന്നതിന്റെ മാക്സിമം ശ്രമിച്ചു. കുട്ട കലക്കി. താങ്ക് യു. So today we are giving you 98 out of 100. താങ്ക് യു. ഓക്കെ, അപ്പൊ ഗൗതുകുട്ടി ഹാപ്പി ആയല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത റൗണ്ടിൽ നമുക്ക് കാണാം. അടിച്ചു വിളിക്കാം. ചുമ്മാ ചുമ്മാ കരയാതിടോ. ചുമ്മാ 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 കരയാതടോ. തഞ്ചി തഞ്ചി കൊഞ്ചി ചിരിക്കാമെടോ. ഇനി എന്തിനാണു പിണക്കം, എല്ലാം മറക്കാമെടോ. ചുമ്മാ ചുമ്മാ കരയാതടോ. ഒന്നും മിണ്ടാതെ നീ മുന്നിൽ നിൽക്കുമ്പോൾ, ആരും കാണാതെ നീ കണ്ണീർ വാർക്കുമ്പോൾ, ഒന്നും മിണ്ടാതെ നീ മുന്നിൽ നിൽക്കുമ്പോൾ, ആരും കാണാതെ നീ കണ്ണീർ വാർക്കുമ്പോൾ, എന്റെ മാത്രം മുത്തല്ലേ എന്നു ചൊല്ലാൻ ഞാനാര്. മൗനമലരേ മഞ്ഞിൽ മായല്ലേ, വാ മഴയിൽ നനയല്ലേ. ചുമ്മാ ചുമ്മാ കരയാതടോ. തഞ്ചി കൊഞ്ചി ചിരിക്കാമെടോ. ഇനി എന്തിനാണു പിണക്കം, എല്ലാം മറക്കാമെടോ.
വെൺചിരാവിൻ മിഴിനാളം പോലെ എന്നും പൊന്നേ എന്നും നിന്നെ സ്വപ്നം കാണാം. എത്ര ജന്മം പോയാലും ഏതൊരിരുളിൽ മാഞ്ഞാലും കാത്തു നിൽക്കാം കന്നിപ്പൂമൈനെ ഈ കാണാക്കൽപ്പടവിൽ. ഏയ് ചുമ്മാ ചുമ്മാ ചിരിക്കാമിടോ. തഞ്ചി കൊഞ്ചി ചിരിക്കാമിടോ. ഇനി എന്തിനാണ് എല്ലാം മിന്നുട്ടി, എന്തോ അങ്ങനെതാ ഇന്നത്തെ എപ്പിസോഡും അവസാന ഘട്ടത്തിലോട്ട് കടക്കാണ്. അതെ. നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നമ്മളൊരു സംഗീത വിരുന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഇതിന്റെ ക്ലൈമാക്സിനോടനുബന്ധിച്ച് നിങ്ങൾ മൂന്നുപേരും ചേർന്ന് ഒരു അല്ല ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം. നമ്മൾ എല്ലാ പ്രാവശ്യം ഞങ്ങൾ മൂന്നുപേരും കൂടെ അല്ലേ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കാണിക്കും. ചേട്ടനെ കൊരങ്ങനുണ്ട്, ആട്, പുലി, വേണ്ട, പശു. ഒരു മ്യൂസിക് ഇട്ട് തരും. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഡാൻസ് ചെയ്തിട്ട് എന്നിട്ട് പറയണം ഞങ്ങളുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇനി വീണ്ടും നാളെ രാത്രി കാണുന്നതുവരേക്കും ഗുഡ് നൈറ്റ്. ഈ പാട്ട് രണ്ടിലെ ഞങ്ങൾ പാടിത്തരാം, നിങ്ങൾ ഡാൻസ് കളിക്കും. നിങ്ങൾ പാട്ട് പാടുന്നു, ഞങ്ങൾ ഡാൻസ് കളിക്കും. മ്യൂസിക് കിട്ടോ, മ്യൂസിക് കിട്ടോ. ബല്ല ബല്ല ബല്ലാരേ, ബല്ല ബല്ല ബല്ലാരേ, അല്ലിപ്പൂവിൻ കല്യാണം, മുല്ലക്കാറ്റിൻ കല്യാണം, ഓരോ നാളും നാളും കാത്തിരുന്നു, നാടൻ പാട്ടും പോട്ടിരുന്നു, നാണം ചൂടും പെണ്ണു വന്നു പോയി വാ. ചവിട്ടിക്കളി. ഓരോ നാളും നാളും കാത്തിരുന്നു, നാടൻ പാട്ടും പോട്ടിരുന്നു, നാണം ചൂടും പെണ്ണു വന്നു പോയി വാ. ഇനി നീയും ഞാനും മാത്രമായി, നേരം പോകും നേരമായി, ഇനിയെല്ലാം നാളെയാവാം പോയി വാ. ബല്ല ബല്ല ബല്ലാരേ, ബല്ല ബല്ല ബല്ലാരേ, വല്ലപ്പൂവിൻ കല്യാണം, മുല്ലക്കാറ്റിൻ കല്യാണം. നീ പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് വീണ്ടും നാളെ കാണാം. ഇതേ സമയം നമ്മൾ വന്ന് അടിച്ചു പൊളിക്കുന്നതായിരിക്കും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.